യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച ദിവസം നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിങ്ങളെ ഓർക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ഒരാഴ്ചക്കാലം നിയോഗം സമർപ്പിച്ച ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കിന്ന് വചനം കേൾക്കാൻ ഒരുങ്ങാം. ഇന്നത്തെ നിങ്ങൾ പങ്കെടുക്കുന്ന വിശുദ്ധ ബലിയിൽ, പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണം. ഞങ്ങളും നിങ്ങളെ ഓർക്കും. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുന്നത് ഒരനുഗ്രഹമാണ്. പരസ്പരം പ്രാർത്ഥിക്കുന്നത് ഒരു ശക്തിയാണ്. പ്രാർത്ഥന മനുഷ്യരെ തമ്മിൽ ഒന്നിപ്പിക്കും, സ്നേഹത്തിലാക്കും. ഇന്ന് ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ ഇടവരട്ടെ. രോഗങ്ങൾ സൗഖ്യമാകുന്ന അനുഭവം ഉണ്ടാകട്ടെ. പുതിയ വഴികൾ തുറക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഇന്ന് കുറേ കൂടി സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ. ഇന്ന് കുറേ കൂടി ദൈവികമായ സമാധാനം അനുഭവിക്കുന്ന സമയമാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വചനം കേൾക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. കാനായിലെ വിവാഹ വിരുന്ന് എന്ന ഹെഡിങ്ങിൽ ഉള്ള 2-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യമാണ്. കാനായിലെ കല്യാണ വീട്ടിൽ ഒരു വിവാഹത്തിൻ്റെ സമയത്ത് ആ കുടുംബനാഥനും കുടുംബനാഥയും ചെയ്ത കാര്യം എഴുതിയിരിക്കുവാണ്. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പം ആരുടെ ഭവനത്തിലാണ് യേശു ചെന്നത്? ക്ഷണിക്കപ്പെട്ട ഭവനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. കർത്താവേ, അങ്ങയുടെ ഈ വചനത്തിലൂടെ അങ്ങയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു, എൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. യേശുവിനെ ക്ഷണിച്ചു. ആ ക്ഷണിക്കപ്പെട്ട വീട്ടിലാണ് യേശു അത്ഭുതം ചെയ്തത്, യേശു പ്രവർത്തിച്ചത്, യേശു അനുഗ്രഹത്തെ കൊടുത്തത്. ശരിക്കും പറഞ്ഞാലേ ഈ വീട് ഒരു പ്രശ്നമായി മാറേണ്ടതാണ്. ആ വീട്ടിലൊരു പ്രതിസന്ധി ഉണ്ടാകേണ്ടതായിരുന്നു. ആ വീട്ടിലൊരു വലിയ വഴക്ക് നടക്കേണ്ടതായിരുന്നു. ആ വീട്ടിലൊരു പ്രയാസം ഉണ്ടാകേണ്ടതായിരുന്നു. ആ ഭവനത്തിൽ ഒരു ഉന്തും തള്ളും ബഹളമൊക്കെ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ ആ കുടുംബത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ സമ്മതിക്കണം. അവർ യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചതുകൊണ്ട് ആ ആഘോഷവേളയിൽ, ആ ഒരു സമയത്ത്, ആ നല്ല കാര്യത്തിൻ്റെ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള വഴക്കുകൾ, വിഷമങ്ങൾ, അസ്വസ്ഥതകൾ, ഒന്നും തള്ളും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ മാറിപ്പോയി. അവിടെ സമാധാനമുള്ള ഒരു അന്തരീക്ഷം നിലനിന്നു. എന്താ അതിനൊരു കാരണം? അവർ യേശുവിനെയും ശിഷ്യന്മാരെയും നേരത്തെ കൂട്ടി ക്ഷണിച്ചിരുന്നു. നമ്മളെ ജീവിതത്തിൽ നല്ല കാര്യം, കല്യാണത്തിന് മാത്രമല്ല, ജീവിതത്തിലേക്കും, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ആഘോഷങ്ങൾ, വീട് കയറിക്കൂടലാകാം, കല്യാണം ഉറപ്പിക്കുന്നതാകാം, ശുശ്രൂഷയാകാം, ധ്യാനകേന്ദ്രമാകാം, അല്ലെങ്കിൽ ബിസിനസ്സാകാം. ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തെയും യേശുവിനെ ക്ഷണിക്കണം. ക്ഷണിച്ചു പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ അങ്ങയെ ക്ഷണിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക്, ഈ ആലയത്തിലേക്ക്, ഈ വചനപ്രഘോഷണത്തിലേക്ക്, ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷകളിലേക്ക്, ഇത് കേൾക്കുന്നവരിലേക്ക് അങ്ങയെ ക്ഷണിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ ദൈവികമായൊരു ഇടപെടൽ കൊണ്ടാന്ന് അറിയും. ദൈവികമായൊരു സ്വസ്ഥത അവിടെ വാഴും. സംഭവിക്കാൻ സാധ്യതയുള്ളത് മാറിപ്പോവും. സംഭവിക്കാൻ സാധ്യതയുള്ളത്, യേശു അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള വഴക്കാണ് മാറിപ്പോയെ, അസ്വസ്ഥതയാണ് മാറിപ്പോയെ, പ്രശ്നങ്ങളാണ് മാറിപ്പോയെ, പ്രതിസന്ധിയാണ് മാറിപ്പോയെ, ആ ഉന്തും തള്ളും ചീത്തവിളിയൊക്കെയാണ് മാറിപ്പോയെ. അവിടെ ഒന്നും സംഭവിച്ചില്ല. അവിടെ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുണ്ട്. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ യേശുവിനെയാണ് ക്ഷണിച്ചത്. ദൈവത്തിൻ്റെ വചനത്തെയാണ് ക്ഷണിക്കുന്നത്. ദൈവത്തെ തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. അത് അനുഗ്രഹമാണ്.
ആ ഭവനത്തിലേക്കാണ്. ഭവനം എന്നൊരു വാക്കുണ്ട്. കാനായിലെ കുടുംബം, കാനായിലെ ഭവനം. ഭവനത്തിനകത്തൊരു ഭായുണ്ട്, ഒരു വായുണ്ട്, ഒരു നായുണ്ട്, ഇതൊക്കെ ഇങ്ങനെ 3 വാക്കുകളാണ്. ആ ഭായ അങ്ങ് മാറ്റിക്കളഞ്ഞാലോ അത് വനമാണ്. വനം. ഇന്ന് പല ഭവനങ്ങളും വനമാണ് എന്ന് പറഞ്ഞാൽ വനത്തിലെന്താണ്? ആക്രമണമാണ്. ഓരോ ആക്രമണം, പേടിച്ചുള്ള ഓട്ടം, ഭയം, മുഴുവൻ വള്ളിയും കാടും എല്ലാം നിറഞ്ഞിരിക്കുന്ന മുഴുവൻ ഈ ഇരുട്ടും ഭയാനകമായ അന്തരീക്ഷമാണ് വനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനം ഒരിക്കലും വനമായി മാറല്. വനം എന്ന് പറഞ്ഞാൽ ആക്രമണം, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കും, അലർച്ചകളുണ്ടാവും. സിംഹം അലറുന്നു, കടുവയുടെ അലർച്ച, ആനയുടെ അലർച്ച, നിലവിളികൾ, ഇതെല്ലാം വനത്തിനകത്തുണ്ട്. ഇന്ന് ഭവനം മാറി വനമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഭവനം വനമാകേണ്ടതല്ല, നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ ഭവനമായി മാറേണ്ടതാണ്. ദൈവത്തിൻ്റെ ഭവനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഭവനമാകുന്നത്? ദൈവത്തെ ക്ഷണിക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ അവിടെ വനത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം കയറി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ബഹളം വയ്ക്കുന്നു, 1 പറയുന്നു, 2 പറയുന്നു, 1 പറയുമ്പോൾ 10 ഇങ്ങോട്ട് പറയുന്നു. മക്കൾ മക്കളുടെ വഴി, അപ്പൻ്റെ വഴി, അമ്മയുടെ വഴി. ആർക്കും ആരോടൊരു കടപ്പാടില്ല, സ്നേഹമില്ല, ബന്ധമില്ല, ഒരുമിച്ചുള്ള പ്രാർത്ഥനയില്ല. വനം കണക്ക്. നമ്മുടെ ഭവനം ദൈവഭവനമാക്കി മാറ്റണം. എങ്ങനെ? ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുന്നവരോടാണ് ഞാനീ പറയുന്നത്. ഞായറാഴ്ച ആയിട്ട് പോലും തിരക്കുണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നവരോടാണ് പറയുന്നത്. യേശുവിനെ ക്ഷണിക്കണം. നിങ്ങളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴേ നിങ്ങൾ കയറിയിരിക്കും, കർത്താവേ, അങ്ങേ ഞങ്ങൾ ഈ വാഹനത്തിൽ യാത്രയിൽ ക്ഷണിക്കുന്നു. ഇല്ലെങ്കിൽ വാഹനം ഓടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ മിക്ക ദിവസം ഒരാളിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ ഒരുമിച്ച് വാഹനത്തിൽ പോലും സമാധാനത്തിൽ പോകാറില്ല. വാഹനത്തിൽ അന്നേരം കയറുമ്പോൾ ആ വാഹനം ഓടിച്ചതിൽ ഓണടിച്ചത് പ്രശ്നം, ഗീറ് മാറ്റിയത് പ്രശ്നം, പാട്ട് വച്ചത് പ്രശ്നം, വർത്തമാനം പറഞ്ഞത് പ്രശ്നം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കാണ്. ചിലപ്പോൾ വഴക്കുണ്ടാക്കി വാഹനം പാളിപ്പോവും. നമ്മുടെ ഭവനത്തിനകത്ത് മാത്രമല്ല, നമ്മുടെ ജീവിത യാത്രകളിൽ, നമ്മുടെ യാത്ര അധ്വാനങ്ങളിൽ യേശുവിനെ ക്ഷണിക്കണം. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളതൊക്കെയും അസ്വസ്ഥതകൾ, ആക്രമണങ്ങൾ, ഇതെല്ലാം മാറിപ്പോവും. എന്നിട്ടോ ദൈവീകമായ സമാധാനവും സ്വസ്ഥതയും ഐക്യവും കൂട്ടായ്മയും ദൈവാനുഗ്രഹവും ഭവനത്തിനകത്ത് നിറയുമ്പോൾ അത് ദൈവഭവനമായിട്ട് മാറും. ഇല്ലെങ്കിൽ മാറി അത് വനമായി മാറുന്ന പോലെ ആവും. നമ്മുടെ കുടുംബങ്ങളൊന്നും വനമായി മാറില്ല, വനം കണക്കായി മാറില്ല. ചുമ്മാ കാട് കയറി തോന്നിയതുപോലെ ആവില്ല. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന സ്ഥലമാണ് വനം. കാട് ഇഷ്ടമുള്ള പോലെ വളരും, ഇഷ്ടമുള്ള ആരുമില്ല, ചോദിക്കാനും പറയാനും ഒന്നുമില്ല, ഇഷ്ടമുള്ളതുപോലെ. അങ്ങനെയല്ല, അത് സമാധാനമുള്ള, സന്തോഷമുള്ള, കൂട്ടായ്മയുള്ള, അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള, മനസ്സിലാക്കുന്ന, അംഗീകരിക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന, ചേർത്ത് പിടിക്കുന്ന, കണ്ണുനീരൊപ്പുന്ന, പരസ്പരം പ്രാർത്ഥിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന, ഉപദേശിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, സാരമില്ലെന്ന് പറയുന്ന, ഞങ്ങളൊക്കെ ഇല്ലേന്ന് പറയുന്ന ദൈവഭവനമായത് മാറണം. അതിന് യേശുവിനെ ക്ഷണിക്കണം, പ്രാർത്ഥിക്കുവാനും. കർത്താവേ, ഈ ഞായറാഴ്ച ദിവസം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഡെയിലി ബ്ലെസ്സിങ്ങിൽ എത്ര ലക്ഷം ആളുകൾ വചനം കേൾക്കുന്നുണ്ടോ അത്രയും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്ര കുടുംബങ്ങളുണ്ടോ അത്രയും കുടുംബങ്ങൾക്ക് വേണ്ടി, എത്ര മാതാപിതാക്കളുണ്ടോ അത്രയും മാതാപിതാക്കൾക്ക് വേണ്ടി, എത്രയും യുവതി യുവാക്കളുണ്ടോ അത്രയും യുവതി യുവാക്കൾക്ക് വേണ്ടി, എത്രയും കുഞ്ഞുങ്ങളുണ്ടോ അത്രയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദ്യമായി കേൾക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിനെ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും വചനം പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളിലേക്ക് ക്ഷണിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ക്ഷണിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറണമേ, പിണക്കങ്ങൾ മാറണമേ, അകൽച്ചകൾ മാറണമേ, സമാധാനം നിറയണമേ, സ്വസ്ഥത നിറയണമേ, ഉയർച്ച ഉണ്ടാകണമേ, ഐശ്വര്യം ഉണ്ടാകണമേ, ദൈവീകമായ സമാധാനം വന്ന് നിറയണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും വഞ്ചനയും നിരാശയും കുറ്റബോധത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് തരണമേ. ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ ഏറ്റെടുത്തതിന് നന്ദി, ഇതിനെ നയിക്കുന്നതിന് നന്ദി, ഇതിനെ പരിപാലിക്കുന്നതിന് നന്ദി, വചനം നൽകുന്നതിന് നന്ദി, ഞങ്ങളെ നടത്തുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഇന്ന് ലോകം മുഴുവൻ യോഗ്യതയോടെ അർപ്പിച്ച എല്ലാ വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ മനസ്സുകൊണ്ട്
നിങ്ങളെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവരെ, അയച്ചു കൊടുത്തവരെ, സ്വീകരിച്ചവരെ, എഴുതി വയ്ക്കുന്നവരെ, വാമൊഴിയായി പറഞ്ഞവരെ, കുടുംബത്തിനകത്തത് പല പ്രാവശ്യം പ്രാർത്ഥനയിൽ ഓർത്തവരെ അനുഗ്രഹിച്ച് ദൈവനാമത്തിൽ മനസ്സുകൊണ്ടുള്ളിൽ തട്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരത്തില്ല. ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് ഞാൻ നിങ്ങളുള്ളത്. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും അനുഗ്രഹമായിട്ട് പോകുന്നുണ്ട്. വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക. പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരീക്ഷ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതരായിരിക്കട്ടെ എല്ലാവരും. നാളെയും 5:30 തിങ്കളാഴ്ചയാണ്. നാളെ പ്രധാനപ്പെട്ട നല്ലൊരു ദിവസമാണ്. നാളെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. 5:30 തന്നെ മറക്കാതെ രാവിലെ എഴുന്നേറ്റ് വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. 5:30 തന്നെ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ അനുഗ്രഹം കൊടുക്കണമേ. ആരോഗ്യവും ആയുസ്സും എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കണമേ. നാളെ 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.